NSSനെ അനുനയിപ്പിക്കാൻ BJP പെരുന്നയിലെത്തി NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരുമായി PS ശ്രീധരൻപിള്ള ചർച്ച നടത്തി. സൗഹൃദ സന്ദർശനമെന്നായിരുന്നു ശ്രീധരൻപിള്ളയുടെ വിശദീകരണം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താൽപര്യമില്ലെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു. ചെങ്ങന്നൂർ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് തന്നോട് ആരും സംസാരിച്ചിട്ടില്ല, താൻ ആരോടും അഭിപ്രായം പറഞ്ഞിട്ടുമില്ല. NSS SNDP ഐക്യത്തിൽ കാര്യങ്ങൾ തീരുമാനമായ ശേഷം പ്രതികരിക്കാമെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു. BJPക്കെതിരായ G. സുകുമാരൻ നായരുടെ വലിയ വിമർശനങ്ങൾക്കിടെയാണ് NSS ആസ്ഥാനത്തേക്ക് BJPയുടെ ഒരു മുതിർന്ന നേതാവ് കൂടിയായ PS ശ്രീധരൻപിള്ള എത്തിയത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം ശബരിമലയിൽ നിയമനിർമ്മാണം നടത്താത്തത്, പമ്പയിലെ മാലിന്യ പ്രശ്നം, ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയായിരുന്നു അതിരൂക്ഷ വിമർശനം G. സുകുമാരൻ നായർ നടത്തിയത്. എന്തായാലും ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയ്ക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊന്നുമില്ല എന്നാണ് PS ശ്രീധരൻപിള്ള പറയുന്നത്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഉള്ളിൽ വെച്ച് തന്നോട് പറഞ്ഞ പല കാര്യങ്ങളും അതിന് കൂടുതൽ മറുപടി നൽകാനില്ല എന്ന്, അതിനെക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കാനില്ല എന്ന് വ്യക്തത വരുത്തിക്കൊണ്ട് പല കാര്യങ്ങളും ഈ കൂടിക്കാഴ്ചയിലും G. സുകുമാരൻ നായർ പറഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് PS ശ്രീധരൻപിള്ള പ്രതികരണം നടത്തിയത്. അല്ല, ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. NSS എന്നും ബ്ലെസ്സിങ്സ്, അതിൽ ഞങ്ങൾ പലർക്കും ബ്ലെസ്സിങ്സ് എൽക്കാലം തന്നിട്ടുള്ളവരാണ്. അതുകൊണ്ട് നന്ദിപൂർവ്വം അതിനെ സ്മരിക്കുന്നയാളാണ്. സംസാരിക്കുന്ന കൂട്ടത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, അത് ഞാനിവിടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും PS ശ്രീധരൻപിള്ളയുടെ പ്രതികരണത്തിൽ മറ്റ് സന്ദർശനത്തിൽ രാഷ്ട്രീയമൊന്നുമില്ല, പുസ്തകം നൽകാൻ വേണ്ടി എത്തി എന്നാണ് G. സുകുമാരൻ നായർ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ NSS SNDP ഐക്യം സംബന്ധിച്ചും ഇനിയും കൂടിക്കാഴ്ചകൾക്ക് ശേഷം പ്രതികരിക്കാമെന്നാണ് G. സുകുമാരൻ നായർ പറയുന്നത്. പുതുതായിട്ട് എഴുതിയ 2 പുസ്തകങ്ങളൊക്കെ എനിക്ക് തന്നു. വളരെ സന്തോഷമായിട്ട് സ്വീകരിച്ചു. ഞങ്ങൾ തമ്മിൽ ഇന്നല്ല, രാഷ്ട്രീയമായിട്ട് മാത്രമല്ല, വ്യക്തിപരമായിട്ടും ഇന്നലകളിലും ഞങ്ങൾ വളരെ സൗഹൃദത്തിൽ പോയിട്ടുള്ളവരാണ്. ഞാനിതിപ്പോൾ പറയണ്ട, ഞങ്ങൾ വിളിച്ച് അതിന്റെ കാര്യങ്ങളൊക്കെ നടന്നിട്ട് പറഞ്ഞാൽ മതിയല്ലോ. ഡയറക്ടർ ബോർഡ് യോഗം ചേരുമായി ബന്ധപ്പെട്ട് അല്ലാതെ പറഞ്ഞിട്ട് പറയാം. എന്തായാലും NSS SNDP ഐക്യമടക്കം ഈ ഹൈന്ദവ പ്രസ്ഥാനങ്ങൾക്ക് വലിയ പ്രചോദനം നൽകുന്ന തീരുമാനമാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ് PS ശ്രീധരൻപിള്ള ചെയ്തത്. ഒപ്പം തന്നെ തന്റെ രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ച് പാർട്ടിയാണ് തീരുമാനമെടുക്കേണ്ടത്, മത്സരിക്കാൻ താല്പര്യമില്ല, പുതിയ ആളുകൾ വരട്ടെ എന്നതാണ് തന്റെ നിലപാട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ പാർട്ടി എന്ത് തീരുമാനിച്ചാലും അതിനൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മത്സര സാധ്യത ഇനി ഉണ്ടെങ്കിൽ തന്നെ അതിനുള്ള വാതിൽ തുറന്നിടുകയാണ് PS ശ്രീധരൻപിള്ള ചെയ്തത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഞാനൊക്കെ ഒരു പഴയ തലമുറയുടെ പ്രതിനിധികളാണ്. രാഷ്ട്രീയത്തിൽ പുതിയ പുതിയ ആൾക്കാർക്ക് അവസരം നൽകണം, അങ്ങനെയാണ് പോകേണ്ടത്. ഉണ്ടാവുമോ ഇല്ലെന്നുള്ള സ്ട്രേറ്റ് അവേ ക്വസ്റ്റിന് ഞാനിപ്പോൾ ആൻസർ അല്ല, പാർട്ടിയുടെ ആൾക്കാരാണ് അത് അനൗൺസ് ചെയ്യുന്നത്. എനിക്കതൊരു ആഗ്രഹമില്ല. ഐ ആം നോട്ട് ആൻ ആസ്പിറൻറ്റ് ഫോർ ദാറ്റ്. അല്ല, ആസ്പിറൻറ്റ് അല്ല. എനിക്കതിന് മുമ്പാണെങ്കിൽ ഗവർണർ ആയിരിക്കുമ്പോഴും എനിക്ക് ആസ്പിറൻ്റായിട്ട് ഞാൻ സ്വീകരിക്കാത്തത് കൊണ്ട് ഒരു മത്സരത്തിൽ ഒഴിവായ ആളാണ്. അന്ന് ഞാൻ ഡീറ്റെയിൽസിലേക്ക് പോകുന്നു. എന്തായാലും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഒന്നുമില്ല എന്ന് പറയുമ്പോഴും കോട്ടയം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാലിന് ഒപ്പം കൂടിയാണ് PS ശ്രീധരൻപിള്ള NSS ആസ്ഥാനത്ത് എത്തിയത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ളത്. ഇരുവർക്കുമിടയിൽ BJPക്കെതിരായ വലിയ രൂക്ഷ വിമർശനങ്ങൾക്കിടെ NSSുമായി അടുപ്പമുള്ള ഒരു നേതാവ് തന്നെ, PS ശ്രീധരൻപിള്ള എന്ന നേതാവ് തന്നെ NSS ആസ്ഥാനത്തെത്തുന്നു. വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പോലും NSSലേക്ക് എത്താനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാനാകില്ല. എന്തായാലും വളരെ നിർണായകമായ ഒരു കൂടിക്കാഴ്ചയാണ് നടന്നത് എന്ന് വേണം വ്യാഖ്യാനിക്കാൻ. കോട്ടയത്ത് നിന്ന് G. ശ്രീജിത്ത്, News 18. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.